എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡോപ്ലർ ഇഫക്റ്റ് നോക്കാം. ഡോപ്ലർ ഇഫക്റ്റ് ഇൻ സൗണ്ട്. ദി അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വെൻ സോഴ്സ്, ലിസണർ ആൻഡ് ദി മീഡിയം ആർ ഇൻ റിലേറ്റീവ് മോഷൻ ഇസ് കോൾഡ് ഡോപ്ലർ ഇഫക്റ്റ്. ഇപ്പോൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന ഒരു അപ്പാരൻറ്റ് ചേഞ്ചാണ്. റിയൽ ചേഞ്ച് അല്ല, നമുക്ക് ഫീൽ ചെയ്യുന്ന ചേഞ്ച്. This apparent change is due to relative motion between source and the listener or the medium. സോഴ്സോ ലിസണറോ മീഡിയമോ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലിസണർ കേൾക്കുന്ന സൗണ്ടിനുണ്ടാകുന്ന ഒരു അപ്പാരൻറ്റ് ചേഞ്ച്, നമ്മൾ ഒറിജിനൽ ഫ്രീക്വൻസിയിലല്ല ലിസണർ കേൾക്കുന്നത്, ചേഞ്ച് ചെയ്ത് പുതിയൊരു ഫ്രീക്വൻസിയിൽ കേൾക്കും. ഇതാണ് ഡോപ്ലർ ഇഫക്റ്റ്. നമുക്കിവിടെ ഡോപ്ലർ ഇഫക്റ്റ് നോക്കാം. സോഴ്സും ലിസണറും ഉണ്ട്. സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ്, സോഴ്സ് മൂവ് ചെയ്താൽ വെലോസിറ്റി വി എസ്, ലിസണർ മൂവ് ചെയ്താൽ വെലോസിറ്റി വി എൽ. ഇനി ഈ സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ വെലോസിറ്റി വി, അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണ് ഒറിജിനൽ ഫ്രീക്വൻസി. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഫ്രീക്വൻസി ന്യൂ ഡാഷ് ആണ്. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു, ഫോർമുല ഏതാണ്, ന്യൂ ഒറിജിനൽ ഫ്രീക്വൻസി ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്. വി വെലോസിറ്റി ഓഫ് സൗണ്ട്, വി എൽ വെലോസിറ്റി ഓഫ് ലിസണർ, വി എസ് വെലോസിറ്റി ഓഫ് സോഴ്സ്, വി എൽ. സ്മോൾ ലെറ്റർ എല്ലോ ക്യാപിറ്റൽ എല്ലോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യാം. ഈ ഫോർമുല നന്നായിട്ട് പഠിക്കാം. ഇനി മീഡിയം, നമ്മുടെ സൗണ്ട് മൂവ് ചെയ്യുന്ന മീഡിയം എയർ ആണല്ലേ. എയർ മൂവ് ചെയ്യുന്നില്ല, മീഡിയത്തിൻ്റെ വെലോസിറ്റി 0 എന്നെടുക്കുമ്പോഴാണ് ഈ ഫോർമുല. ഇനി വിൻഡ് ബ്ലോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എയർ മൂവ് ചെയ്യുന്നു എന്നാണ്. ആ സമയത്ത് നമ്മുടെ ഈ ഫോർമുലയ്ക്ക് ഒരു ചേഞ്ച് വരും. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മാത്രം മാറ്റിയാൽ മതി. വിക്ക് പകരം വി പ്ലസ് വി എം കൊടുക്കുക. വി പ്ലസ് വി എം മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി പ്ലസ് വി എം മൈനസ് വി എസ് എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലം കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില പ്രോബ്ലത്തിൽ സോഴ്സ് അറ്റ് റെസ്റ്റ്, അതായത് ഒരു ഫാക്ടറിയിലെ സൈറൻ മുഴങ്ങുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ സോഴ്സ് റെസ്റ്റിലാണെങ്കിൽ സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ് നമ്മുടെ ഫോർമുലയിൽ 0 കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇനി ലിസണർ റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ ലിസണറിൻ്റെ വെലോസിറ്റി 0 കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു കണ്ടീഷൻ എഴുതുന്നു, സോഴ്സ് റെസ്റ്റിലാണ്, അതായത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു സൈറൻ മുഴങ്ങുന്നു. ഇനി ലിസണർ സോഴ്സിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു, ലിസണർ മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ്. അപ്പം നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്. ഇതിൽ ആരാണോ റെസ്റ്റിൽ അവിടെ വെലോസിറ്റി 0 കൊടുക്കുക, അപ്പോൾ വി എസ് 0 ആവും. അപ്പോൾ ഇക്വേഷൻ ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി. ഇതുകൊണ്ട് തീർന്നില്ല. ഇനി അടുത്ത ലിസണറിനെ നോക്കുക. ലിസണർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ലിസണർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ് എന്നാണ് അല്ലേ. ലിസണർ സോഴ്സിൻ്റെ അടുത്തേക്ക്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സൗണ്ട് സോഴ്സിൽ നിന്ന് ലിസണറിലേക്ക് സൗണ്ട് പോകുന്ന ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. സോഴ്സിൽ നിന്ന് സൗണ്ട് എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട്, പക്ഷേ ലിസണറിന് കേൾക്കണമെങ്കിൽ സൗണ്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഡയറക്ഷനാണ്, അത് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കുക. അപ്പോൾ അത് പോസിറ്റീവ്, അങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, അതിന് ഓപ്പോസിറ്റ് വന്നാൽ നെഗറ്റീവ്. ഇവിടെ ലിസണർ സോഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് ലിസണർ മൂവ് ചെയ്യുന്നത്. സോ വി എൽ ഈസ് നെഗറ്റീവ്, വി എൽ ഈസ് നെഗറ്റീവ്. അപ്പോൾ നമ്മുടെ ഈ ഫോർമുലയിൽ ന്യൂ ഇൻറ്റു വി മൈനസ് ഇവിടെ ഉണ്ട്, കൂടാതെ മൈനസ് വി എൽ ആണ് അല്ലേ, വി എൽ ഇസ് ഈക്വൽ ടു മൈനസ് വി എൽ എന്നാണ്, ബൈ വി. ദാറ്റ് ഈസ് ന്യൂ ഇൻറ്റു വി പ്ലസ് വി എൽ ബൈ വി എന്ന്. ഓക്കെ. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ സോഴ്സ് റെസ്റ്റിലാണ്, ലിസണർ മൂവ്സ് എവേ ഫ്രം ദി സോഴ്സ്, സോഴ്സിൻ്റെ അടുത്ത് നിന്ന് ലിസണർ അകന്നു പോവുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവുന്നു, ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി. അപ്പോൾ ഇവിടെ നോക്കൂ, സോഴ്സിൽ നിന്ന് സൗണ്ട് ലിസണറിലേക്ക് പോകുന്ന ഡയറക്ഷനാണ് എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ ലിസണർ ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വി മൈനസ് ഫോർമുലയിലുള്ളതാണ്, വി എൽ പോസിറ്റീവാണ്, അപ്പോൾ വി എൽ അതുപോലെ എടുക്കുക, ഡിവൈഡഡ് ബൈ വി മൈനസ് സോഴ്സ് റെസ്റ്റിലായതുകൊണ്ട് 0 ആണ്, വി എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വേറൊരു കണ്ടീഷൻ നോക്കാം.
സോഴ്സ് മൂവ് ചെയ്യാണ്, ലിസണർ റെസ്റ്റിലാണ്, VL0. സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദി ലിസണർ. സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദി ലിസണർ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ എപ്പോഴും സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷൻ അല്ലേ, ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പം നമുക്ക് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V മൈനസ് 0 അല്ലേ, VL0 അല്ലേ, ഡിവൈഡഡ് ബൈ V മൈനസ് ഇവിടെ VS, സോഴ്സ് പോകുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്, സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദി ലിസണറാണ്, സോ അത് VS പോസിറ്റീവാണ്, അപ്പോൾ V മൈനസ് VS. സോ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V ബൈ V മൈനസ് VS. അപ്പോൾ ഈ ഫോർമുല ഇങ്ങനെയാണ് സൈൻ അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും കൊടുത്ത് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു കണ്ടീഷനും കൂടെ നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ലിസണറുണ്ട്, ലിസണർ റെസ്റ്റിലാണ്, സോഴ്സ് മൂവ്സ് എവേ ഫ്രം ദി ലിസണർ, സോഴ്സ് ലിസണറിൽ നിന്ന് അകന്നു പോവുകയാണ്. പോസിറ്റീവ് ഡയറക്ഷൻ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്, സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷൻ നിങ്ങൾ ആദ്യമേ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടുമ്പോൾ തന്നെ, പ്രോബ്ലം കയ്യിൽ കിട്ടിയാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് സോഴ്സ് വരയ്ക്കുക, ലിസണർ വരയ്ക്കുക, സോഴ്സ് ടു ലിസണർ ഡയറക്ഷൻ പോസിറ്റീവ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ സോഴ്സ് മൂവ്സ് എവേ ഫ്രം ദി ലിസണർ ആണല്ലേ, അപ്പം സോഴ്സ് മൂവ് ചെയ്യുന്നത് ലിസണറിൽ നിന്ന് അകലേക്കാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിലാണ് സോഴ്സ് മൂവ് ചെയ്യുന്നത്, VS ഈസ് നെഗറ്റീവ്. VS എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്, VS നെഗറ്റീവാണ്, VL0 ആണ്. സോ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V മൈനസ് 0 പോയിട്ട് V മൈനസ് VS വരുന്നു അല്ലേ, VL0 ആയതുകൊണ്ടാണ്. സോ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V ബൈ V പ്ലസ് VS. ഈ രീതിയിൽ നോക്കാം. അപ്പം നമുക്ക് ബാക്കി ഏത് കണ്ടീഷനും ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 2009 ചോദിച്ച ക്വസ്റ്റ്യനാണ്, നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദി ഡ്രൈവർ ഓഫ് എ കാർ ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 30 meter per second ടുവേർഡ്സ് എ ഹിൽ sounds a horn of frequency 600 Hz. If the velocity of sound in air is 330 meter per second, frequency of reflected sound as heard by the driver is. അപ്പം ഒരു കാറിൽ നിന്നൊരു ഹോൺ സൗണ്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതാ കാറാണ് നമ്മുടെ സോഴ്സ്. കാർ മൂവ് ചെയ്യുന്നുണ്ട് 30 meter per second. ആ ഹോണിൻ്റെ ഫ്രീക്വൻസി 600 Hz. ദെൻ ഫ്രീക്വൻസി ഓഫ് റിഫ്ലക്റ്റഡ് സൗണ്ട്, ഈ സൗണ്ട് എവിടെയെങ്കിലും തട്ടിയിട്ട്, അതായത് ഏതെങ്കിലും സ്റ്റേഷനറി ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ച് കേൾക്കുന്ന റിഫ്ലക്റ്റഡ് സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്കോ പോലെ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വന്ന് ഇതേ സെയിം കാറിലെ ഡ്രൈവർ അത് കേൾക്കുന്ന ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ സൗണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു, അപ്പോൾ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് നോക്കണം, പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ വരുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരു കാർ മൂവ് ചെയ്യുന്നുണ്ട്, കാറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, 30 meter per second എന്ന് തന്നിട്ടുണ്ട്. കാറിൽ നിന്ന് വരുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത്, ന്യൂ ഡാഷ് അല്ല, ന്യൂ ഇസ് ഈക്വൽ ടു 600 Hz. അപ്പോൾ ഈ കാറിൽ നിന്ന് വരുന്ന സൗണ്ട് ഒരു ഒബ്ജക്റ്റിൽ ചെന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന എക്കോ, അത് മനസ്സിലായി, കാറാണ് മൂവ് ചെയ്യുന്നത്, ഇവിടെ ഏതോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിൽ നിന്ന് തിരിച്ച് എക്കോ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ എക്കോയുടെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. കാറിൽ നിന്ന് വരുന്ന സൗണ്ട് ഒബ്ജക്റ്റിലെത്തുമ്പോൾ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ കാർ ഈസ് മൂവിങ് ടുവേർഡ്സ് ദി ഒബ്ജക്റ്റ് ആണ്, കാർ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഒബ്ജക്റ്റിന് കിട്ടുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി നോക്കാം. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു, നമുക്ക് ജനറൽ ഫോർമുല ന്യൂ ഇൻറ്റു V മൈനസ് VL ബൈ V മൈനസ് VS. ഇവിടെ ഒരു കാര്യം പറയട്ടെ, എക്കോയുടെ കേസിൽ നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്, ഇതൊരു തവണ ചെയ്തതിന് ശേഷം അത് പറഞ്ഞു തരാം. കാരണം വേറെ എന്തെങ്കിലും എക്കോ അല്ലാത്ത പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റ് റിസീവ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ന്യൂ ഡാഷ് ചെയ്യാം. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഒറിജിനൽ ഫ്രീക്വൻസി 600 ഇൻറ്റു, ഇവിടെ ലിസണർ റെസ്റ്റിലാണല്ലേ, അപ്പോൾ VL0 ആണ്, സോ V എടുത്താൽ മതി, 313 തന്നിട്ടുണ്ട് ബൈ, ഇനി കാറാണ് സോഴ്സ്, അപ്പോൾ സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷനാണ് ഇത്, പോസിറ്റീവ് ഡയറക്ഷൻ, കാർ അങ്ങോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്, സോ VS വെലോസിറ്റി ഓഫ് സോഴ്സ് പോസിറ്റീവ് ആണ്.
നമുക്കപ്പോൾ താഴെ വി മൈനസ് വി എസ് എന്ന് തന്നെ എടുക്കാം. വി 330 മൈനസ് 30. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇത് കാറ്, ഇത് ഒബ്ജക്റ്റിൽ തട്ടിയ ശബ്ദം തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടുന്നാണ്, ഇതാണ് സോഴ്സ്, ഒബ്ജക്റ്റാണ് സോഴ്സിൽ നിന്ന് കാറിലെ ഡ്രൈവറാണ് ലിസണർ അല്ലേ. അപ്പം സോഴ്സിൽ നിന്ന് സൗണ്ട് വരുന്ന ഡയറക്ഷൻ, സോഴ്സ് ഇവിടെയായി. അപ്പോൾ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷൻ. കാറ് എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്കാണ് ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറ് മൂവ് ചെയ്യുന്നത് ഇപ്പം നെഗറ്റീവ് ഡയറക്ഷനാണ്. മാത്രമല്ല കാറിലെ ഡ്രൈവറാണ് ശബ്ദം കേൾക്കുന്നത്, രണ്ടാമത്തെ കേസിൽ എക്കോ കേൾക്കുന്നത്. അപ്പം കാറ് ഈ പൊസിഷനാണ് നമ്മുടെ ലിസണർ. മനസ്സിലായി? ഇത് സോഴ്സ്. അപ്പോൾ സോഴ്സ് റെസ്റ്റിലാണ്. എക്കോയുടെ കേസിൽ സോഴ്സ് റെസ്റ്റിലാണ്, VS0. ലിസണർ മൂവ് ചെയ്യുന്നത് എന്താ നോക്ക്, പോസിറ്റീവ് ഡയറക്ഷൻ. സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ്, അതിന് ഓപ്പോസിറ്റാണ്. സോ VL നെഗറ്റീവ് ആയിരിക്കും. സോ ന്യൂ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം, ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ന്യൂ എന്ന് പറയുന്നത് ഇപ്പം മാറി, ന്യൂ ഡാഷ് ആയി അല്ലേ. ഇവിടുന്ന് വരുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ന്യൂ ഡാഷ് ആണ്. ഇൻറ്റു ലിസണർ V മൈനസ് VL ആണ്. മൈനസ് എന്നുള്ളത് VL നെഗറ്റീവാണ്. അപ്പം V മൈനസ് മൈനസ് VL ബൈ V മൈനസ് 0, സോഴ്സ് റെസ്റ്റിലാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ന്യൂ ഡാഷ് ഇൻറ്റു V പ്ലസ് VL ബൈ V എന്നാവുന്നു. V പ്ലസ് VL ബൈ V. അപ്പം ന്യൂ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. 600 ഇൻറ്റു 330 ബൈ 330 മൈനസ് 30 ആയിരുന്നു. ഓക്കെ, ഇൻറ്റു അപ്പം ന്യൂ ഡാഷായി V പ്ലസ് VL 330 V വെലോസിറ്റി ഓഫ് സൗണ്ടാണ്, 330 പ്ലസ് വെലോസിറ്റി ഓഫ് കാർ 30 ബൈ 330 വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 330 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പം നമുക്ക് ബാക്കി വരുന്നത് 600 ഇൻറ്റു 330 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 330 മൈനസ് 30. അപ്പം നോക്ക്, നമ്മൾ ഈ രണ്ട് കണ്ടീഷനും എടുത്ത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഈക്വേഷൻ ഒന്ന് നിങ്ങൾ നോക്കിയാൽ 600 എന്ന് പറഞ്ഞത് അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി ന്യൂ ആയിരുന്നു അല്ലേ. അപ്പോൾ 330 വെലോസിറ്റി ഓഫ് സൗണ്ട് V പ്ലസ് വെലോസിറ്റി ഓഫ് അവിടെ തന്നിരുന്ന കാറിൻ്റെ വെലോസിറ്റി V, കാർ നമ്മുടെ ആദ്യത്തെ സോഴ്സ് ആയിരുന്നു അല്ലേ, ഡിവൈഡഡ് ബൈ V മൈനസ് VS. ഇങ്ങനെയാണല്ലേ നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പം 600 ഇൻറ്റു 360 ബൈ 300 എന്ന് വരുന്നു അല്ലേ. 600 ഇൻറ്റു 360 ബൈ 300 720 ഹെർട്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പം നമ്മളിത് ഇത്രയും സ്റ്റെപ്സ് എഴുതി സോൾവ് ചെയ്ത് വന്നതാണ്. ആദ്യം സൗണ്ട് പോയി ഒബ്ജക്റ്റിന് കേട്ട ഫ്രീക്വൻസി എടുത്തു, ദെൻ തിരിച്ച് എക്കോ ആയിട്ട് വന്ന കേസ്. അപ്പോൾ എക്കോയുടെ പ്രോബ്ലത്തിൽ നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് എന്തുപയോഗിച്ചാൽ മതി, ഡയറക്റ്റായിട്ട് ഇങ്ങനൊരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇപ്പം കിട്ടിയ ഫോർമുല കണ്ടോ, ന്യൂ ഡാഷ് എക്കോയുടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒറിജിനൽ ഫ്രീക്വൻസി ഇൻറ്റു V പ്ലസ് നമ്മുടെ സോഴ്സിൻ്റെ ഫ്രീക്വൻസി ബൈ V മൈനസ് സോഴ്സിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇത് എക്കോയുടെ കേസിൽ പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ 2012 ചോദിച്ചതാണ്. ഇപ്പോൾ 2009 ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യനാണ് 2012 ചോദിച്ചിരിക്കുന്നത്. നോക്കുക, എ ട്രെയിൻ മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 220 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എമിറ്റ്സ് എ സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 1000 ഹെർട്സ്. സം ഓഫ് ദി സൗണ്ട് reaching the object gets reflected back to the train as an echo. The frequency of echo as detected by the driver of the train is. അപ്പോൾ ഇവിടെയും സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ്. ട്രെയിൻ മൂവ് ചെയ്യാണ്, ഏതോ ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വന്ന എക്കോയുടെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത പ്രോബ്ലത്തിൽ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. ട്രെയിനിൻ്റെ വെലോസിറ്റി 220 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ട്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 1000 ഹെർട്സ്. ഈ സൗണ്ട് ഒരു ഹില്ലിൽ തട്ടിയിട്ട് എക്കോ ആയിട്ട് തിരിച്ചു വരികയാണ് അല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ ഡ്രൈവർ തിരിച്ച് റിസീവ് ചെയ്യുന്ന എക്കോയുടെ ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമുക്കിവിടെ നേരത്തെ കണ്ട ആ ഷോർട്ട് കട്ട് ഫോർമുല നേരത്തെ കണ്ടില്ല, ഇത് ഉപയോഗിക്കാം ഡയറക്റ്റായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്സ് എഴുതി നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ ചെയ്ത് വരേണ്ടി വരും. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചാലും ആൻസർ കിട്ടും. നമ്മുടെ ഫോർമുല എന്താണ്? എക്കോ വരുമ്പോൾ ഉള്ള കേസിലാണ് ഈ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വെലോസിറ്റി ഓഫ് സൗണ്ട് പ്ലസ് നമ്മുടെ സോഴ്സിൻ്റെ വെലോസിറ്റി ബൈ വി മൈനസ് വി എസ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 1000 into 330 plus 220 by 330 minus 220. 1000 into 550 by 330 minus 220. അപ്പോൾ എത്ര വരുന്നുണ്ട്? നമുക്കിത് രണ്ടും ഈസി ആയിട്ട് കട്ട് ചെയ്യാം. 0 കട്ട് ചെയ്ത് പോയി 5. സോ 5000 ഹെഡ്സ് എന്ന് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ഫോർമുലയല്ലേ. അപ്പോൾ നിങ്ങൾ എക്കോയുടെ പ്രോബ്ലം വന്നാൽ, ഡോപ്ലർ ഇഫക്റ്റിൽ എക്കോയുടെ പ്രോബ്ലം വന്നാൽ പഠിച്ചു വെക്കേണ്ട ഫോർമുല എന്താണ്? ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി പ്ലസ് വി എസ് ബൈ വി മൈനസ് വി എസ്. വി വെലോസിറ്റി ഓഫ് സൗണ്ട്, ഇത് സോഴ്സിൻ്റെ വെലോസിറ്റി, ന്യൂ അവിടുത്തെ ഫ്രീക്വൻസി. ഓക്കെ, ഈ ക്വസ്റ്റ്യനും തൊട്ട് മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസ് പോലെയാണ്. എ കാർ ഈസ് മൂവിങ് ടുവേർഡ്സ് എ ഹൈ ക്ലിഫ്. ദി ഡ്രൈവർ സൗണ്ട്സ് എ ഹോൺ ഓഫ് ഫ്രീക്വൻസി എഫ്. റിഫ്ലക്റ്റഡ് സൗണ്ട് ഹേർഡ് ബൈ ദി ഡ്രൈവർ ഹാസ് ഫ്രീക്വൻസി 2f. If v is the velocity of sound, then velocity of car in the same velocity units will be. അപ്പം നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ക്വസ്റ്റ്യനാണ്. കാറിൽ നിന്ന് സൗണ്ട് വരുന്നു, ക്ലിഫിൽ തട്ടി എക്കോ ഡ്രൈവർ കേൾക്കുന്നു. അപ്പോൾ ആ രണ്ട് ഫ്രീക്വൻസിയും തന്നിട്ട് വെലോസിറ്റി ഓഫ് ദി കാറാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ഒറിജിനൽ ഫ്രീക്വൻസി, കാറിൽ നിന്ന് വന്ന ഹോണിൻ്റെ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എഫ്. ദെൻ ന്യൂ ഡാഷ് അല്ലേ, എക്കോ കേട്ട ഫ്രീക്വൻസി ന്യൂ ഡാഷ് ആണ് 2f. സൗണ്ടിൻ്റെ വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ആ കാറിൽ നിന്ന് വരുന്ന സൗണ്ട് ആ ഡ്രൈവർ തിരിച്ച് കേൾക്കുന്ന വെലോസിറ്റി, കാറിൽ നിന്ന് വരുന്ന സൗണ്ടിൻ്റെ എക്കോ കേൾക്കുന്ന വെലോസിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്കോയുടെ ഫോർമുല നമുക്കറിയാം. ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി പ്ലസ് വി എസ് ബൈ വി മൈനസ് വി എസ് ആണല്ലേ. ഈ പ്രോബ്ലത്തിൽ ന്യൂ ഡാഷിൻ്റെ സ്ഥലത്ത് നമുക്ക് 2f കൊടുക്കാം. ന്യൂ എഫ്, ദെൻ വി എന്ന് തന്നെ കൊടുക്കുക. വി പ്ലസ് വി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി എസ് ബൈ വി മൈനസ് വി എസ്. ഇത് എഫ് ക്യാൻസൽ ചെയ്യാം. 2 ഇസ് ഈക്വൽ ടു വി പ്ലസ് വി എസ് ബൈ വി മൈനസ് വി എസ്. ഇനി സിമ്പിളാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2v മൈനസ് 2vs ഇസ് ഈക്വൽ ടു വി പ്ലസ് വി എസ് വരുന്നു. സൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ 2v മൈനസ് വി ഇസ് ഈക്വൽ ടു ഈ മൈനസ് 2vs റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് 3vs എന്ന് വരുന്നു. വെലോസിറ്റി ഓഫ് സോഴ്സ് അല്ലേ, വെലോസിറ്റി ഓഫ് സോഴ്സാണ് നമുക്ക് വേണ്ടത്. ഈക്വൽ ടു v ബൈ 3 എന്ന് വരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിയല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല, ഏത് ഫോർമുലയാണ്? ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി പ്ലസ് വി എസ് ബൈ വി മൈനസ് വി എസ് എക്കോ വരുന്ന കേസിൽ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണാം.